എങ്ങനെ ദർശനം സെറ്റ് ചെയ്യാം, വിഷൻ സെറ്റ് ചെയ്യാം, ദർശനം ഉണ്ടാക്കാം. ഇതിന് ഒരു മെന്ററുടെ സഹായം ആവശ്യമാണ്. കുട്ടികൾക്ക് ദർശനം നൽകാൻ മാതാപിതാക്കൾക്ക് കഴിയും. പക്ഷെ മാതാപിതാക്കൾ വിദ്യാഭ്യാസം കുറവുള്ളവരും ദർശനത്തെക്കുറിച്ച് അറിയാത്തവരുമാകുമ്പോൾ അത് വേണ്ടത്ര ഫലപ്രദമാകില്ല. പിന്നത്തെ ചാൻസ് അധ്യാപകർക്കാണ്. അധ്യാപകർക്ക് ദർശനം കൊടുക്കാൻ കഴിയും. അധ്യാപകരെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങൾ ഞാൻ വായിച്ചത് ഓർമ്മ വരുന്നു. ഒരു ആവറേജ് അധ്യാപകൻ പഠിപ്പിക്കുന്നു. ഒരു നല്ല അധ്യാപകൻ പഠിക്കാൻ സഹായിക്കും. ഒരു ബെസ്റ്റ് ടീച്ചർ, ഏറ്റവും നല്ല ടീച്ചർ ഉള്ളുണർത്തുന്നു എന്ന് പറഞ്ഞാൽ ദർശനം കൊടുക്കുന്നു. ഒരു സാധാരണ അധ്യാപകൻ പഠിപ്പിക്കുന്നു, ഇങ്ങനെ വാരി കോരി കൊടുത്തുകൊണ്ടിരിക്കും. പ്രസംഗിക്കുകയോ പറയുകയോ എഴുതിക്കോ പഠിച്ചോ പഠിപ്പിക്കും. എന്നാൽ ഒരു നല്ല അധ്യാപകൻ, ഗുഡ് ടീച്ചർ, പഠിക്കാൻ സഹായിക്കും. ഇങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള അധ്യാപകരെ പിള്ളേർക്ക് ഇഷ്ടം. മൂന്നാമതൊരു വിഭാഗമുണ്ട്, അവരാണ് ടീച്ചേഴ്സ്. അവര് ഉള്ളുണർത്തും. ഉള്ളുണരുന്നില്ലെങ്കിൽ നമ്മൾ പഠിക്കത്തില്ല. ഈ സംഭവം പഠിച്ചാലുള്ള പ്രയോജനത്തിലേക്ക് ഇവന്റെ കണ്ണ് തുറപ്പിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ടീച്ചറുടെ ദൗത്യം. ദർശനം കൊടുക്കാൻ നല്ല ടീച്ചർക്ക് കഴിയും. നല്ല ടീച്ചർക്കേ കഴിയൂ. ദൈവത്തിന് മഹത്വം. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൂട്ടായ്മയിലിരിക്കുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദർശനം നൽകാൻ ആർക്ക് കഴിയും? ഒരു പരിധി വരെ ഞങ്ങൾ അതിനാണ് ശ്രമിക്കുന്നത്. പവർ വിഷൻ, വിഷന്റെ നിർമ്മാതാക്കളും വിതരണക്കാരുമാണ്. വിഷനല്ലേ? ഡോക്ടർ KC ജോൺ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട വിഷനാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് അനേക സ്റ്റാഫ് സന്തോഷത്തോടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് പവർ വിഷൻ. ലോകം മുഴുവൻ മലയാളികളിലേക്ക് വിഷൻ പങ്കുവയ്ക്കുകയാണ്. പവർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മ ശക്തിയാണ്. ദൈവശക്തിയും ദർശനവും ഒരുമിച്ച് ചേർന്നതാണ് പവർ വിഷൻ. ദർശനം ആർക്ക് കൊടുക്കാൻ പറ്റും, എങ്ങനെ കൊടുക്കാൻ പറ്റും, എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും? അതെ, നല്ല അധ്യാപകരിലൂടെയും നല്ല പാസ്റ്റേഴ്സിലൂടെയും നല്ല മാതാപിതാക്കളിലൂടെയും ദർശനങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റും. അതിന് ഉത്തമ ഉദാഹരണമാണ് മോശയുടെ അമ്മ. ആ കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിയെ വളർത്താൻ ഗവൺമെന്റ് അനുവദിക്കുകയില്ല. അങ്ങനെ വന്നപ്പോ ഒരു കൊട്ടയ്ക്കകത്ത് കിടത്തിയിട്ട് നൈൽ നദിയിൽ ഒഴുക്കി വിട്ടു. ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരം ആ കുട്ടിയെ രാജാവിൻ്റെ മകൾ എടുത്തു വളർത്തു. രാജാവിൻ്റെ മകൾ
മുലപ്പാല് കൊടുക്കാൻ മനസ്സുള്ള ഒരു അമ്മയെ തേടി. അപ്പോൾ സാക്ഷാൽ മോശയുടെ അമ്മയെ തന്നെ കിട്ടി. മോശയുടെ അമ്മ മോശക്കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് വളർത്തി. പക്ഷേ ആ കൂട്ടത്തിൽ ഫറവോനും ഫറവോന്റെ കുടുംബക്കാരും അറിയാതെ മോശയുടെ അമ്മ ഈ കുട്ടിക്ക് ദർശനം നൽകി. എന്താണ് ദർശനം? നമ്മൾ ദൈവമക്കളാണ്. ഈ നാട്ടുകാർ നമ്മളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ദൈവം നമ്മെ വിടുവിക്കും. അതിന് ഒരു ലീഡർഷിപ്പ് വേണം. ആ ലീഡറായിട്ടാണ് മോനെ നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ഈ വിഷൻ അങ്ങോട്ട് പമ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അവൻ അത്ഭുതകരമായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ അവൻ ആത്മാക്കളെ ആദായപ്പെടുത്തുന്നവനായി തീർന്നു. മാതാപിതാക്കളെ, അധ്യാപകരെ, സുവിശേഷകരെ, സമൂഹത്തിന് ദർശനം കൊടുക്കുന്നവരായി നമുക്ക് തീരാം. ഗോഡ് ബ്ലസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.